എല്ലാ കൂട്ടുകാർക്കും വെക്സ് എൻ്റർടൈൻമെൻറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. യെസ്, എനിക്കറിയാം നമ്മളുടെ യൂഷ്വൽ സെറ്റപ്പ് അല്ല നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കറൻ്റ് ട്രാവലിംഗ് ആണ്. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഇതായിരിക്കും നമ്മുടെ സെറ്റപ്പ്. അത് നിങ്ങളെ ആദ്യമേ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് തന്നെയാണ്. ഇനി നമുക്ക് നേരെ ഈ ആഴ്ചയിലേക്ക് നമുക്ക് ലഭിച്ചിട്ടുള്ള ന്യൂസിനെ കുറിച്ചൊക്കെ തന്നെ സംസാരിക്കാം. ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഡെഡ്പൂൾ 3 ട്രെയിലർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മൈൻഡ് ബ്ലോയിങ് ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം കുറേ കാലം കൂടിയിട്ട് മാർവൽ ഫാൻസിൻ്റെയൊക്കെ എന്താ പറയണ്ടത് ആ ഒരു പൾസറിനോട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഒരു ട്രെയിലർ ആയിട്ടാണ് കണ്ടിന്യൂപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ട്രെയിലർ ബ്രേക്ക് ഡൗൺ, റിയാക്ഷൻസ്, കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നത് തന്നെയായിരിക്കും. അതുകൂടാതെ തന്നെ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് നമുക്ക് സോണിയുടെയും മാർവലിൻ്റെയും ഭാഗത്തുനിന്ന് മാഡം വെബ് സിനിമയും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എൻ്റെ തോട്ട്സ് എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ചാനലിൽ നോക്കിയാൽ കാണാതെ തന്നെയാണ്. ഇതൊന്നും പോരാത്തതിന് നമുക്ക് വാർണർ ബ്രോസിൻ്റെ ഭാഗത്തുനിന്ന് ഗോഡ്സില്ല എക്സ് കോങ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അടുത്തൊരു രണ്ടാമത്തെ ട്രെയിലർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിയാക്ഷൻ ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാരാണ്, ഇത് ഗോഡ്സിലയാണോ അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അതിനകത്തൊരു സീക്രട്ട് വില്ലനെ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എർത്തിൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ടൈറ്റൻസിൻ്റെയൊക്കെ ടൈറ്റൻ ആയിട്ടുള്ള ഷിമൂൻ്റെ ഒരു ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. റിയാക്ഷൻ ചെയ്ത സമയത്ത് എനിക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് സത്യം പറഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതുകൂടാതെ തന്നെ മാർവലിൻ്റെ ഈ ഒരു മൾട്ടിവേഴ്സ് സാഗയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മറ്റൊരു സിനിമ തന്നെയാണ് ഫാന്റാസ്റ്റിക് ഫോർ. അതിൻ്റെ ഒരു കാസ്റ്റ് റിവീലും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ ഇതാണ് ജസ്റ്റ് ഒരു സമ്മറി ഈ ആഴ്ചയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ. സോ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ പുതിയ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇത്തവണ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. സോ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മാഡം വെബ് എന്ന് പറഞ്ഞ സിനിമയുടെ ദുരന്തങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം. റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഡെക്കോട്ട ജോൺസനെ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് ഇൻ്റർവ്യൂവർ ചോദിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു, നിങ്ങൾക്ക് സ്പൈഡർമാൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ 3 സിനിമകൾ പറയാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യം. ആ ക്ലിപ്പ് ഞാനിവിടെ പ്ലേ ചെയ്യാം. Spider-Man, here he comes. Here he comes. That's number 1. Yep. Spider-Man, and he's back. And the other one, the last one is the Goblet of Spider-Man. സത്യം പറയാലോ, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവക്കിട്ടൊന്ന് പൊട്ടിച്ചേനെ. അത് മാത്രമാണ് ഈ ഒരു ക്ലിപ്പ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് ബേസിക്കലി സ്പൈഡർമാൻ എന്നുള്ളൊരു കാര്യം പോലും അറിയാതെയാണ് മാഡം ഈ പറഞ്ഞ എല്ലാ മൾട്ടിവേഴ്സും കൂടി കണക്ട് ചെയ്യാൻ പോയിട്ടുള്ളത് തന്നെ. എന്തൊരു തോൽവി. ആൻഡ് അതുകൂടാതെ ഇൻ്റർവ്യൂവിനകത്ത് പുള്ളിക്കാരി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി ഈ സിനിമയ്ക്ക് വേണ്ടി സൈനപ്പ് ചെയ്ത സമയത്ത് സ്ക്രിപ്റ്റ് വളരെ കിടിലനായിരുന്നു. ആൻഡ് സിനിമ ഇറങ്ങി നമ്മളിപ്പോൾ ഓരോരുത്തരും തിയേറ്ററിൽ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ടോട്ടലി ഒരു ഡിഫറൻറ്റ് സിനിമയാണെന്നാണ് ഡെക്കോട്ട അവകാശപ്പെടുന്നത്. എനിക്കറിയില്ല, പുള്ളിക്കാരി കണ്ടിന്യൂസ്ലി 50 Shades of തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു പുള്ളിക്കാരിയുടെ കരിയറിന് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനത്തെ സിനിമ കൊണ്ട് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർവലല്ല സോണി അവിടുത്തെ ലൈസൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമ തന്നെയാണ് അൺഫോർച്ചുനേറ്റ്ലി മാഡം വെബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ദുരന്തം. സോ ഇനി നമ്മൾ നേരെ MCUലേക്ക് പോയി നമുക്ക് മറ്റൊരു വലിയൊരു കിടിലൻ ന്യൂസ് നമുക്ക് MCUയുടെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം മാർക്ക് റഫല്ലോ പുതിയ വരാൻ പോണ ക്യാപ്റ്റൻ അമേരിക്ക സിനിമയ്ക്കകത്ത് പുള്ളിക്കാരൻ ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. കാരണം ഒബ്വിയസ്ലി നമുക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ് റെഡ് ഹൾക്ക് സിനിമയ്ക്കകത്തുണ്ട്. സോ റെഡ് ഹൾക്കായിട്ട് ഫൈറ്റ് ചെയ്യാൻ നമുക്ക് എന്താണെങ്കിൽ നമ്മുടെ ഹൾക്കിൻ്റെ ആവശ്യമുണ്ട്. അല്ലാതെ പോയി സാം പോയിട്ട് അവർ ഇത് ഷീൽഡൊക്കെ കൊണ്ട് എന്ത് തേങ്ങാക്കൊല ചെയ്യണമെന്നുള്ളൊരു കാര്യം ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെയാണ്. സോ ബേസിക്കലി മാർക്ക് റഫല്ലോ അറിയാതൊരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യെസ് എൻ്റെ അടുത്ത വരാൻ പോണ സിനിമ ക്യാപ്റ്റൻ അമേരിക്ക ആണെന്നുള്ളൊരു കാര്യം. ആ ഇൻ്റർവ്യൂവിൻ്റെ ശേഷം പുള്ളിക്കാരൻ പറഞ്ഞു, അയ്യോ എനിക്കത് അബദ്ധം പറ്റിയതാണെന്നുള്ളൊരു കാര്യം. കാരണം പുള്ളിക്കാരൻ ഒബ്വിയസ്ലി ഒരു സ്പോയിലർ മാനാണ് MCUവിൽ. ഇതിനു മുമ്പും പുള്ളിക്കാരൻ കുറേ കാര്യങ്ങൾ സ്പോയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളൊരു അത് ആക്യുറേറ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർവൽ പറയും അല്ല എന്ന് പറയും. പക്ഷെ എന്നാലും നമുക്ക് ആസ് എ ഒരു ഫാൻ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്, യെസ് നമ്മുടെ മാർക്ക് റഫലോയുടെ ഹൾക്കിനെ നമുക്ക് എന്താണെങ്കിലും ക്യാപ്റ്റൻ അമേരിക്കയുടെ പുതിയ സിനിമയിൽ കാണാൻ സാധിക്കുന്നത് തന്നെയായിരിക്കും എന്നുള്ള കാര്യം. സോ ഇനി നമുക്ക് നേരെ DC-യിലേക്ക് പോകാം. DC-യിൽ ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ DC-യുടെ എൽസ്വേൾഡ് സ്റ്റോറി ലൈനകത്ത് മച്ച് അവൈറ്റഡ് ആയിട്ടുള്ളൊരു സിനിമ ഏതാണെന്ന് വെച്ചാൽ അത് അഫ്കോഴ്സ് ജോക്കർ തന്നെയാണ്, വക്കീൻ ഫിനിക്സിൻ്റെ സിനിമ. ആൻഡ് ടോഡ് ഫിലിപ്സ് ഈയിടയ്ക്ക് ആ ഒരു വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് നമുക്ക് വേറെ കുറേ ഫോട്ടോസ് നമുക്ക് അതിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ഫോട്ടോസിലേക്ക് നിങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുറച്ചും കൂടി മ്യൂസിക്കലായിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഈ വരാൻ പോകുന്ന സിനിമയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഡിസ്നി ഫിലിം പോലെ മൊത്തത്തോടെ ഒരു മ്യൂസിക്കൽ ഫിലിം ആകാൻ സാധ്യത വളരെ കുറവ് തന്നെയാണ്. കാരണം മോസ്റ്റ്ലി അവർ ഫോക്കസ് ചെയ്യണത് മ്യൂസിക്കലായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ജോക്കറിൻ്റെ ആദ്യത്തെ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഇൻസാനിറ്റി, ആ ഒരു ഡാർക്ക്, ആ ഒരു ടോണ് എല്ലാം തന്നെ നമുക്ക് എന്താണെങ്കിലും ഈ സിനിമയ്ക്കകത്തും തിരിച്ചു കൊണ്ടുവരുന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇതിൻ്റെ ഡയറക്ടർ നമ്മളായിട്ട് പങ്കുവച്ചേക്കുന്നത്. സോ ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ് എന്താണ് ഈ ഒരു പുതിയ യൂണിവേഴ്സിൽ കൂടി നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം. കാരണം ഇത് എന്താണെങ്കിലും ജെയിംസ് ഗണ്ണിന് ടച്ച് പോലും ചെയ്യാൻ പറ്റാത്ത തന്നെയാണ് ഈ ഒരു DC-യുടെ ബാറ്റ്മാൻ ആണെങ്കിലും അതുകൂടാതെ തന്നെ ജോക്കർ ആണെങ്കിൽ തന്നെ. സോ നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു സിനിമ നമുക്ക് എന്താണെങ്കിൽ ടോഡ് ഫിലിപ്സിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കട്ടെ എന്നുള്ളൊരു കാര്യം തന്നെ. സോ ഇനി നമുക്ക് നമ്മുടെ ഡെഡ്പൂളിൻ്റെയും അതുകൂടാതെ തന്നെ വൂൾവറിൻ്റെയും വിശേഷത്തിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്
എല്ലാ സിനിമയുടെ ട്രെയിലേഴ്സിൻ്റെയും റെക്കോർഡ് ഡെഡ്പൂളും വോൾവറിനും ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 365 മില്യൺ വ്യൂസ് ആണ് എന്താണെങ്കിലും ഇതിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും യൂട്യൂബിലൊന്നും അത്രയൊന്നും കണ്ടിട്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മൊത്തത്തോടെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സൂപ്പർ ബോൾ അവർ കാണിച്ച സമയം മുതൽ തന്നെ ഇപ്പോൾ ഏതൊക്കെ ഡിജിറ്റൽ മീഡിയസിൽ കൂടിയാണോ ഒരു ട്രെയിലർ കാണിച്ചേക്കണേ അങ്ങനെയുള്ളൊരു ടോട്ടൽ കാൽക്കുലേഷൻ വെച്ച് തന്നെയാണ് അവർ പറഞ്ഞ പുതിയ റെക്കോർഡ് ഇട്ടു എന്നുള്ളൊരു കാര്യം. ഇതിന് മുമ്പുണ്ടായിരുന്ന സിനിമ ഏതാണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നോവേ ഹോം തന്നെയായിരുന്നു. നോവേ ഹോമിനെക്കാളും 10 മില്യൺ വ്യൂസ് ഇപ്പോൾ ഡെഡ്പൂൾ ആൻഡ് വോൾവറിന് കൂടുതൽ തന്നെയാണ്. അതിനു മുമ്പ് എൻഡ് ഗെയിം തന്നെയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കെവിൻ ഫീജിയുടെ ഭാഗത്തുനിന്ന് വേറൊരു കാര്യം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് കുറച്ച് നാളായിട്ട് നമുക്ക് പ്രത്യേകിച്ച് അവയർനെസ് പോലും ഇല്ലാതെ കിടന്നിട്ടുണ്ടായിരുന്ന സിനിമ തന്നെയാണ് അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റി എന്നുള്ളൊരു കാര്യം. കാരണം കാങ്ങിനെ ഓൾറെഡി അവർ മാറ്റിയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളോട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാങ് ഡൈനാസ്റ്റി സിനിമ അവർ ചിലപ്പോൾ സ്ക്രാപ്പ് ചെയ്യും, എന്നിട്ട് ചിലപ്പോൾ സീക്രട്ട് വാർസ് 1 പാർട്ട് 1 പാർട്ട് 2 ആക്കാനാണ് സാധ്യത കൂടുതലെന്നുള്ളൊരു കാര്യം. പക്ഷേ ഡെഡ്പൂളിൻ്റെ ഒരു ട്രെയിലർ റെക്കോർഡ് ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ ഫാൻസ് തിരിച്ച് യുണൈറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം കണ്ടപ്പോഴത്തേക്കും കെവിൻ അണ്ണൻ പുതിയൊരു പ്ലാനും കൊണ്ട് വന്നിട്ടുണ്ട്. അതായത് ഡെഡ്പൂളിനെയും വൂൾവറിനെയും കാങ് ഡൈനാസ്റ്റിക്കകത്തും നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് കെവിൻ അണ്ണൻ ഇപ്പോൾ എന്താണ് നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്കപ്പോൾ ഏകദേശം ഒരു കൺഫർമേഷൻ നമുക്ക് ഉദ്ദേശിക്കാം, കാങ് ഡൈനാസ്റ്റി സിനിമ വരുന്നത് തന്നെയായിരിക്കും. ജോണതൻ മേജേഴ്സ് ആയിരിക്കില്ല കാങ്, പക്ഷേ വേറെ എന്താണെങ്കിലും അവർ അടുത്ത് തന്നെ റീകാസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 2 ക്യാരക്ടേഴ്സും സീക്രട്ട് വാർസിനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ കെവിൻ അണ്ണന് അറിയാം എങ്ങനെ എവിടെ കാശ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം തന്നെ. സോ എന്താണെങ്കിലും ഹ്യൂജ് ക്ലാസ്. സോ പിന്നെ ഇപ്പോൾ നമുക്ക് നേരെ എന്താണെങ്കിലും ഫാന്റാസ്റ്റിക് ഫോറിന്റെ പുതിയതായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന കാസ്റ്റ് അനൗൺസ്മെന്റിലേക്ക് തന്നെ നമുക്ക് പോവാം. പീഡ്രോ പാസ്കൽ, വെനീസ കെർബി, ജോസഫ് ക്യൂന്, ഇബോൺ മോസ് എന്നിവരെയൊക്കെ തന്നെയാണ് നമുക്ക് പുതിയ ഫാന്റാസ്റ്റിക് ഫോർ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ. ആൻഡ് ഇതിനകത്ത് ചെറിയൊരു ക്യാച്ചും കൂടിയുണ്ട്. നമ്മൾ ഓരോരുത്തരും അപ്പോൾ ആലോചിക്കും, കാരണം ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ഫാന്റാസ്റ്റിക് ഫോർ സിനിമയ്ക്കകത്തും ഡോക്ടർ ഡൂമിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. മിക്ക സിനിമയുടെയും വില്ലൻ പുള്ളിക്കാരൻ തന്നെയാണ്. പക്ഷേ ഈ ഒരു സിനിമയ്ക്കകത്ത് ഗലാക്ടസ് ആണ് വില്ലൻ എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. എന്നിരുന്നാൽ തന്നെ ഡോക്ടർ ഡൂമിനെ ഈ ഒരു സിനിമയ്ക്കകത്ത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരെയാണ് കാസ്റ്റ് ചെയ്തേക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ അറിയില്ല. ജസ്റ്റ് ഒരു ടീസർ തന്നെയായിരിക്കും സീക്രട്ട് വാർസിലേക്ക് വേണ്ടിയിട്ടുള്ള എന്നൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഫിലിമിൻ്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു റിലീസ് ഡേറ്റും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ജൂലൈ 25, 2025 സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് തന്നെ. നിങ്ങൾ കറക്റ്റ് ടൈം ലൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യെസ് സൂപ്പർമാൻ ലെഗസി ആയിട്ട് ചെറിയ 2-3 ആഴ്ചയുടെ വ്യത്യാസം മാത്രമേ നമുക്ക് എന്താണെങ്കിലും ഫാന്റാസ്റ്റിക് ഫോറിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൂടാതെ തന്നെ പുതിയ ലോഗോയും കൂടി നമുക്ക് എന്താണെങ്കിൽ മാർവലിൻ്റെ ഭാഗത്ത് നിന്ന് ഫാന്റാസ്റ്റിക് ഫോറിന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഈ ഒരു കാസ്റ്റിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. പിന്നെ ചെറിയൊരു കാര്യം ഞാൻ മിസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതായത് ഫാന്റാസ്റ്റിക് ഫോറിന്റെ സെറ്റിംഗ്സും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. 1963 സെറ്റിംഗ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കുറച്ചും കൂടി ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ വാൻഡാവിഷൻ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം അതേപോലത്തെ ഒരു ടൈം ലൈനിൽ കൂടി തന്നെയാണ് നമുക്ക് എന്താണ് വാൻഡാവിഷനും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെ. ഇത് നമ്മൾ നേരെ എന്താണ് തണ്ടർ ബോൾട്സിലേക്ക് നോക്കിയാൽ തണ്ടർ ബോൾട്സ് സിനിമ റിലീസ് ചെയ്യാൻ പോകണം May 2025 ആണ്. ഇതും ആക്ച്വലി നമ്മൾ ഫാന്റാസ്റ്റിക് ഫോറും കമ്പനി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2-3 മാസത്തിന്റെ വ്യത്യാസം നമുക്ക് എന്താണെങ്കിലും കാണാൻ കഴിയുള്ളൂ. ആൻഡ് മാർവൽ നല്ല രീതിയിൽ തന്നെ കോൺഫിഡൻസിൽ തന്നെ നിൽക്കുവാണ്. 2025 ഈ 2 സിനിമയായിരിക്കും അവർ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനും പോകുന്നത്. ചിലപ്പോൾ ഇനി ഇൻ കേസ് ചാൻസസ് വരുവാണെങ്കിൽ ഫാന്റാസ്റ്റിക് ഫോർ നവംബറിലേക്ക് അവരെന്താണ് പുഷ് ചെയ്യുക എന്നുള്ളൊരു കാര്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ് ബ്ലേഡ് സിനിമ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർഷൽ അലിക്ക് ആദ്യത്തെ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് റീസെൻ്റ്ലി പുള്ളിക്കാരൻ പുതിയൊരു ഡെവലപ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ എഴുതിക്കൊണ്ടിരിക്കുന്ന സ്ക്രിപ്റ്റ് പൊളിയാണെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഒഫീഷ്യലി ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് December 2025 പക്ഷേ ഈ പറഞ്ഞ പോലെ തണ്ടർ ബോൾട്സും അതുകൂടാതെ തന്നെ ഫാന്റാസ്റ്റിക് ഫോറും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ മോസ്റ്റ്ലി മാർവൽ ഇത് പുഷ് ചെയ്തിട്ട് 2026 നമുക്ക് മേ ബി ഒരു ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് മോസ്റ്റ്ലി നമുക്കൊരു മാർച്ചോടെ നമുക്ക് എന്താണെങ്കിലും സിനിമ ലഭിക്കുമെന്നാണ് ഇപ്പോഴത്തെ ആ ഒരു അറിവിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ എന്താണെങ്കിൽ തന്നെ ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്. അവർ നല്ലൊരു അതായത് നമുക്കറിയാം മാർവൽ ഇപ്പോൾ ലാസ്റ്റ് കുറേ നാളെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും ക്വാണ്ടിറ്റി മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ക്വാണ്ടിറ്റിക്കകത്ത് നമുക്ക് ഒരു രീതിയിൽ ഒരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് നമുക്ക് ലഭിക്കുന്നില്ലായിരുന്നു. കയ്യിലെണ്ണാന്ന് വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ നമുക്ക് കഴിഞ്ഞ വർഷമാണെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. സോ അവർ എത്ര ഡിലേ എടുത്താണെങ്കിലും അറ്റ്ലീസ്റ്റ് നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നു കഴിഞ്ഞാൽ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ആസ് എ ഫാൻ എന്നുള്ള രീതിയിൽ തന്നെ. എടുത്തു പറയുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഡെവലപ്മെൻറ്റ് തന്നെയാണ് സ്പൈഡർമാൻ 4. യെസ് ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ 4 സംഭവിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴും സോണി മാർവലും തമ്മിൽ
അങ്ങോട്ടും ഇങ്ങോട്ടും അടിവെച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. കാരണം സോണി പറയുന്നത് നമുക്ക് നോ വേ ഹോമിൻ്റെ 2ാം ഭാഗം നമുക്ക് കൊണ്ടുവരാം, കുറേ കൂടി അതായത് ടോബി ആൻ്റണിയെ കൊണ്ടുവരാം. ഇതിനകത്ത് കമൻ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് അവരെ കാണാൻ എനിക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷേ മാരോല് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി ഗ്രൗണ്ടഡ് ആയിട്ട് ചെയ്യാം, കിൻപിനെ വെക്കാം, നമുക്ക് ചെറിയ രീതിയിൽ ചെയ്യാമെന്നൊക്കെയാണ് മാരോല് പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെ അതിൻ്റെ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കിപ്പോൾ ഒഫീഷ്യലായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള അപ്ഡേറ്റ്സ് നമുക്കിപ്പോൾ വേറെ ഒന്നും നമുക്ക് എന്താണ് സ്പൈഡർമാൻ 4നെ കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടില്ല. സോ ഇതെല്ലാം തന്നെയാണ് നമുക്ക് എന്താണെങ്കിലും ഈ ആഴ്ചയുള്ള ഹോളിവുഡിൽ സംഭവിക്കുന്ന സീരീസുകളുടെ അതുകൂടാതെ തന്നെ ഫിലിംസുകളുടെ കാര്യങ്ങളെല്ലാം പിന്നെ ഗോസിപ്സും എല്ലാം നമുക്ക് എന്താണെങ്കിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നെപ്പോലെ നിങ്ങളും ആരെങ്കിലും മാഡം വെബ് തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങൾക്ക് അവർ എക്സ്പെക്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് ഫുൾഫിൽ ആയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്, ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സം സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.